നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റും വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളുമായി അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. കൂടുതൽ അറിയാനും അപേക്ഷകൾ സമർപ്പിക്കാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. മറ്റൊരു അറിയിപ്പ്, വിധവകൾക്കായി കേരള സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം. ഈ പദ്ധതി പ്രകാരം പ്രതിമാസം 1000 രൂപയാണ് നൽകി വരുന്നത്. ഇത് ക്ഷേമ പെൻഷന് പുറമെയാണ്. അഭയകിരണം പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും അപേക്ഷിക്കുന്ന വ്യക്തി കേരളത്തിൽ താമസിക്കുന്ന ആളായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അപേക്ഷിക്കുന്ന വ്യക്തി കുടുംബ പെൻഷനോ സർവീസ് പെൻഷനോ വാങ്ങുന്നവർ ആയിരിക്കരുത്. കൂടാതെ സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളുടെ ഗുണഭോക്താവും ആയവരുത്. ഓഫ്ലൈനായും അപേക്ഷിക്കേണ്ട വിധം അടുത്തുള്ള ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് സമർപ്പിക്കണം. വികലാംഗരും ഭവനരഹിതരുമായ വിധവകൾക്ക് മികച്ച ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം. സ്വന്തമായി വീടില്ലാത്ത വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുവിനെ പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വിധവകളെ കൂടാതെ അവിവാഹിതർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ അടക്കമുള്ളവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള കുടിശ്ശിക വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. 5 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയുടെ വിതരണമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുള്ളത്. 1600 രൂപയുടെ വീതം 5 ഗഡുക്കളായി 8000 രൂപയാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നത്. 8000 രൂപ വീതം കുടിശ്ശികയൊഴികെയുള്ള ഓരോ ഗുണഭോക്താവിൻ്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയോട് കൂടി 1 ഗഡു കൂടി അനുവദിക്കുമെന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് 6 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത്. 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന വിതരണം അടുത്ത ആഴ്ചയോട് കൂടി പൂർത്തിയാകും. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ഇനത്തിലാണ് ഇപ്പോൾ റീഫണ്ട് ഉൾപ്പെടെ പെൻഷൻ തുകയും കൂടി എത്തിച്ചേരുന്നത്. 50 കോടി രൂപ സർക്കാർ വായ്പയും 335 കോടി രൂപ എടുത്ത് മറ്റു ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള വായ്പയും കൂടി ചേർത്താണ് നിലവിലുള്ള കുടിശ്ശിക തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1 ഗഡു കൂടി വിതരണം ആരംഭിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. ഒട്ടുമിക്ക സ്ത്രീ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ വീതം എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും വരും ദിവസങ്ങളിലുമായി തുക എത്തിച്ചേർന്നു തുടങ്ങും. കന്യാസ്ത്രീകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ അപേക്ഷ വെക്കാവുന്നതാണ്. മതസ്ഥാപനങ്ങളുടെ കീഴിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകന്മാർക്കുള്ള പ്രത്യേക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിൽ സ്ഥിരതാമസമുള്ള 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ആവശ്യമായ രേഖകൾ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വയസ്സ് തെളിയിക്കുന്ന രേഖ, സംസ്ഥാന മേധാവിയുടെ സാക്ഷ്യപത്രം. കൂടുതൽ അറിയാനും അപേക്ഷകൾ സമർപ്പിക്കാനും അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക. ക്ഷേമനിധി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ്. സംസ്ഥാനത്തെ പ്രവർത്തകരുടെ പെൻഷൻ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. സാംസ്കാരിക പ്രവർത്തകർ ക്ഷേമനിധി ബോർഡ് വഴി നൽകി വരുന്ന വിവിധ ധനസഹായങ്ങളാണ് വർദ്ധിപ്പിച്ചത്.